നിരത്തിൽ പിഴവുകൾ വാരിക്കൂട്ടിയവരുടെ ലൈസൻസുകൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ റദ്ദ് ചെയ്യാൻ കേന്ദ്രത്തിനൊരു നീക്കം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും അതൊരു എല്ലാവരും ഗൗരവത്തോടെ കേൾക്കേണ്ട ഒരു വാർത്തയാണ്. ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ഭയങ്കര പാടാണ്. മീരയ്ക്ക് ലൈസൻസ് ഉണ്ടോ? എനിക്ക് ലൈസൻസ് ഉണ്ട്. നമ്മളൊക്കെ ലൈസൻസ് എടുത്ത സമയത്ത് ഇത്രയും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു ലൈസൻസ് എടുക്കാൻ. ഇപ്പം ലൈസൻസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് തന്നെ എനിക്ക് 3-ാം തവണയാണ് ലൈസൻസ് കിട്ടിയത്. അപ്പോൾ ലൈസൻസ് എടുക്കാൻ പോകണമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പേടിയും ഭയമാണ്. കിട്ടുമോ കിട്ടൂലേ എന്നൊക്കെയുള്ള ഒരു പേടി. അപ്പോൾ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അത് റദ്ദാക്കി കഴിയുക എന്ന് പറയുന്നത് അതിനേക്കാളും നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ കേന്ദ്രം ചില ആളുകൾക്ക് അതായത് കേന്ദ്രം പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് പോകാത്തവരുടെ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യാൻ കേന്ദ്രം ആലോചിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അത് ആരൊക്കെയാണ്? ആ കൂട്ടത്തിൽ ഞാനും മീരയും ഒക്കെ ഉൾപ്പെടുന്നുണ്ടോ? ഈ കേൾക്കുന്ന പ്രേക്ഷകർ ആരെങ്കിലും അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ അന്വേഷിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ 3 മാസത്തിനുള്ളിൽ ട്രാഫിക് ചെലാൻ പിഴ അടയ്ക്കാത്തവരുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യാനുള്ള ആലോചനയിലാണ് കേന്ദ്രം. അതേസമയം ചുമപ്പ് സിഗ്നൽ മറികടന്നതോ അപകടകരമായ ഡ്രൈവിങ്ങിനോ 3 ചാനലുകൾ അടയ്ക്കേണ്ടി വന്നവരുടെ, അതായത് 3 ചലാനുകൾ എന്നാണ് ഉദ്ദേശിച്ചത്, അടയ്ക്കേണ്ടി വന്നവരുടെ ലൈസൻസുകൾ കുറഞ്ഞത് 3 മാസത്തേക്ക് കണ്ടുകെട്ടപ്പെടുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാം. ചുമപ്പ് സിഗ്നൽ മറികടന്നതോ അപകടകരമായ ഡ്രൈവിങ്ങോ 3 ചലാനുകൾ അടയ്ക്കേണ്ടി വന്നവരുടെ ലൈസൻസുകൾ കുറഞ്ഞത് 3 മാസത്തേക്ക് കണ്ടുകെട്ടും. ഈ ചെല്ലാൻ ലഭിച്ച് 3 മാസത്തിനകം പിഴത്തുക അടച്ചില്ലെങ്കിലാണ് ഈ നടപടി നേരിടേണ്ടി വരുന്നത്. 90 ദിവസത്തിനകം പിഴ അടച്ചില്ലെങ്കിൽ കരിമ്പട്ടികയിൽ പെടുത്തുന്നതാണ് നിലവിലെ രീതി. ഇതാണ് ഡ്രൈവിംഗ് ലൈസൻസോ RCO റദ്ദാക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നത്. നേരത്തെ കരിമ്പട്ടികയിൽ പെടുത്തും 90 ദിവസത്തിനകം പിഴ അടച്ചില്ലെങ്കിൽ. ഇപ്പോൾ അത് റദ്ദാക്കുകയോ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് RC ബുക്കോ റദ്ദാക്കുന്ന തരത്തിലേക്ക് പോകും എന്നുള്ളതാണ്. പിഴത്തുക അവഗണിക്കുകയും നിയമലംഘനം ആവർത്തിക്കുകയും ചെയ്യുന്ന പ്രവണത വ്യാപകമായ പശ്ചാത്തലത്തിലാണ് കർശന നടപടിക്ക് നീക്കം. ഇതിനായി മോട്ടോർ വാഹന നിയമങ്ങളിലും ചട്ടങ്ങളിലും മാറ്റം വരുത്തേണ്ടി വരുമെന്നും പറയുന്നുണ്ട്. ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ ഗതാഗത മാനേജ്മെന്റ് കർശനമാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. 2 ചലാനുകളിൽ പിഴ അടയ്ക്കാനുണ്ടെങ്കിൽ വണ്ടി ഉടമയിൽ നിന്ന് ഉയർന്ന ഇൻഷുറൻസ് പ്രീമിയം ഈടാക്കുന്നതും പരിഗണിക്കുന്നുണ്ട്. മാത്രമല്ല ഇൻഷുറൻസ് കമ്പനികളുമായി കൂടിയാലോചനകൾ തുടങ്ങിയെന്നാണ് സൂചന. എന്നാൽ ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്തും പിഴ വിവരം അറിയാറില്ലെന്നും RTO ഓഫീസുകളിൽ ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് ഇക്കാര്യം അറിയുന്നത് എന്നും പരാതികൾ ശക്തമാണ്. അതിനാൽ പണം അടയ്ക്കും വരെ വാഹന ഉടമയെയും ഡ്രൈവറെയും മൊബൈൽ നമ്പറുകളിലേക്ക് തുടർച്ചയായി മെസ്സേജ് അയക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതായും ആലോചിക്കുന്നുണ്ട്. വിലാസം, മൊബൈൽ ഫോൺ നമ്പർ മാറുന്നതും അധികാരികൾക്ക് അപ്ഡേറ്റ് നൽകാത്തതും പോലുള്ള ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വാഹൻ സാരഥി പോർട്ടലുകളുടെ ഡേറ്റ പരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഡ്രൈവർമാർക്കും ഉടമകൾക്കും 3 മാസത്തെ ഒറ്റത്തവണ സമയം സർക്കാർ നൽകും. അതിനുശേഷം PUC, ഇൻഷുറൻസ് പുതുക്കൽ, DLRC തുടങ്ങിയ സേവനങ്ങൾ ലഭിക്കുന്നതിന് മൊബൈൽ ഫോൺ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഒരു മുൻ വ്യവസ്ഥയായിരിക്കും. ഞാനൊക്കെ ഒരുപാട് പിഴ അടച്ചിട്ടുണ്ട്. കൃത്യമായി അടയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അല്ല, ഇപ്പോഴത്തെ യുവതലമുറയെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയല്ലേ? തീർച്ചയായിട്ടും. കാരണം അവർക്കിതൊന്നും വലിയ വിഷയമല്ല. അല്ല, ക്യാമറയെ കാണുമ്പോൾ ഹെൽമെറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് പോകും. കുറച്ച് ദൂരം ചെല്ലുമ്പോഴായിരിക്കും ഹെൽമെറ്റ് പിന്നെ പോലീസിന്റെ പരിശോധന. ഈ പോലീസായാലും മാസാവസാനം ടാർഗറ്റ് തയ്ക്കാനാ ഈ മോട്ടോർ വാഹന വകുപ്പൊക്കെ നിരത്തുകളിൽ നിരന്തരം ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഇവരിങ്ങനെ സ്ഥിരം ഓരോ ഇടവഴികളിലോട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുമോ മാസാവസാനമായി ഖജനാവ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അവർക്ക് അവരുടെ ഖജനാവ് നിറയ്ക്കും പോലെ ഇവർക്ക് തലയിൽ ഹെൽമെറ്റ് വെച്ചാൽ മുടി പോവും, മുടിക്ക് ദോഷമാണ്, പിന്നെ സ്റ്റൈല് കാണിക്കാൻ പറ്റില്ല. ഇതൊക്കെ സ്വന്തം ജീവൻ്റെ ഹെൽമെറ്റ് വെച്ചിട്ട് എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. തലയൊക്കെ വലിയ മാരകമായി ഇടിക്കുമ്പോൾ പോലും ഹെൽമെറ്റിൻ്റെ ശക്തി കൊണ്ട് വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടാവാതെ രക്ഷപ്പെട്ടു പോയ എത്രയോ പേരുണ്ട്. ഹെൽമെറ്റ് വെച്ചിട്ട് മരണപ്പെട്ടവരുണ്ട്, അത് വേറൊരു ഭാഗം. പക്ഷെ എങ്കിലും ഇത്തരം നിയമങ്ങൾ, ലൈസൻസൊക്കെ റദ്ദാക്കിയാൽ പിന്നെ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്താൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം. ഈ കഴിവതും നമ്മൾ നമ്മുടെ കേരളത്തെ നിയമങ്ങൾ അങ്ങ് അനുസരിച്ച് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ പുറകിയിരിക്കുന്ന ആൾ ബാക്കിയിരിക്കുന്ന ആൾ ഹെൽമെറ്റ് വെക്കണമെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്ക് ഹെൽമെറ്റ് വേണം, 4 പേർക്ക് ഹെൽമെറ്റ് വെച്ച്
ഒരു ഹെൽമെറ്റിന് 600 രൂപ വെച്ച് നോക്കിയാലും, ഏറ്റവും കുറഞ്ഞ വിലയാണ് ഞാൻ പറയുന്നത്, 600 രൂപ വെച്ച് നോക്കിയാലും 6 4 24 2400 രൂപ അതിനു വേണ്ടി മാറ്റി വെക്കണം. പക്ഷേ അത് നമ്മുടെ ഈ 2400 രൂപയ്ക്ക് നമ്മുടെ ജീവന് വിലയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ചുമപ്പ് ലൈറ്റ് സിഗ്നൽ കത്തുമ്പോൾ വേറൊരു ഭാഗത്തൂടെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് ശ്രദ്ധിക്കാതെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ നിന്ന് വരുന്ന ആ വണ്ടിക്കാരൻ ഒരു പക്ഷേ കൃത്യമായി ശ്രദ്ധിച്ചായിരിക്കും പോകുന്നത്. ഇവിടെ നിന്ന് വരുന്ന ആള് വളരെ സ്പീഡായി പോകുമ്പോഴാണ് ഈ രണ്ട് വണ്ടികളും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നതും മരണം സംഭവിക്കുന്നതും ഒക്കെ. അപ്പോൾ റോഡിൽ നമ്മൾ കൃത്യമായി, നമ്മൾ കാരണം മറ്റുള്ളവർക്കും അവർ കാരണം നമുക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ, ഇനി നമ്മൾ എങ്ങനെ പോയാലും നമ്മളെ ഇടിച്ച് തെറിപ്പിക്കുമെന്ന് പറഞ്ഞ് വരുന്ന ഒരാൾ നമ്മൾ ഇടിച്ച് തെറിപ്പിച്ചിരിക്കും, അത് ഉറപ്പാണ്. ഇനി നമുക്ക് മരണം ദൈവം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് റോഡിൽ ഇറങ്ങിയാലും മരണവും സംഭവിച്ചിരിക്കും, അത് വേറൊരു കാര്യം. പക്ഷെ എങ്കിൽ പോലും കുറേ മോട്ടോർ വാഹന വകുപ്പുകൾ പറയുന്ന നിയമങ്ങൾ കർശനമായി നമ്മൾ പാലിക്കുക തന്നെ വേണം. ക്യാമറ കാണുമ്പോൾ സ്പീഡ് കുറയ്ക്കുക, ക്യാമറ കാണുമ്പോൾ ഹെൽമെറ്റ് എടുത്ത് വയ്ക്കുക, പോലീസ് ചെക്കിങ്ങിന് നിൽക്കുമ്പോൾ RC ബുക്കും പിന്നെ രേഖകളും എടുത്ത് വെക്കുക, ലൈസൻസ് എടുത്ത് വയ്ക്കുക. കഴിവതും ലൈസൻസ് ഇല്ലാത്തവരൊന്നും വാഹനം ഓടിക്കുക പോലും ചെയ്യരുത്. ഇപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ അച്ഛന്മാർ പുറകെ ഇരുത്തിയിട്ട് കൊച്ചു പിള്ളേരെ കൊണ്ടൊക്കെ അതൊക്കെ എത്രമാത്രം ഗുരുതരമായ തെറ്റുകളാണ്. തിരിഞ്ഞിരിക്കുക, അതൊക്കെ ക്യാമറയിലും അല്ലാതെ ഫോട്ടോകൾ എടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് സാധാരണ. നമ്മൾ കേരളത്തിലെ അവസ്ഥ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്, ഈ നിയമം ഈ വരുന്ന സമയത്തുള്ളത്. അതൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരുമായിരിക്കും, ലൈസൻസ് റദ്ദാക്കും എന്നുള്ളൊരു പേടിയുണ്ട്. കേരളത്തിൽ ഈ നിയമം ശക്തമായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കുറേ അപകട മരണങ്ങൾ കുറയുന്നുണ്ട്. ആ കാര്യത്തിലൊക്കെ നമ്മൾ സർക്കാർ സംവിധാനങ്ങളെ നമ്മൾ പൊഴുത്തി പറഞ്ഞേ പറ്റുമോ. ചിലത് ഈ പരിശോധനയുടെ ഫലമായി ഭയന്നോടി മരണങ്ങൾ സംഭവിക്കും. എന്തിനു ഭയക്കുന്നത്? ഒരു 500 രൂപയും 1000 രൂപയും നമ്മൾ അടയ്ക്കേണ്ടി വരും, അല്ലേ? അത് തെറ്റ് ചെയ്തിട്ടാണ് അത് അടയ്ക്കുക. ഞാൻ ഈ ഇടയ്ക്ക് ബാംഗ്ലൂർ പോയിരുന്നു, ഒരു കാറിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ തമിഴ്നാട് ടച്ച് ചെയ്തിട്ടാണ് ബാംഗ്ലൂർ കയറിയത്, സേലം വഴിയാണ് ബാംഗ്ലൂരിലേക്ക് പോയത്. ഞാൻ പോകുന്ന റോഡിലൊക്കെ വാഹനം ഓടിക്കുന്നുണ്ട്, 2 വീലർ, പക്ഷെ ഒരൊറ്റ എണ്ണത്തിൻ്റെ തലയിൽ ഹെൽമെറ്റ് ഇല്ല. അപൂർവം ചില ആളുകളുടെ തലയിലാണ് ഹെൽമെറ്റ്. അപ്പം ഞാനൊക്കെ വിചാരിച്ചു, ഇതേ നമ്മുടെ കേരളം, ഇതിനൊക്കെ നമ്മുടെ കേരളത്തെ നമ്മൾ സമ്മതിക്കണം. കാരണം നമ്മുടെ ജീവന് നമ്മുടെ സർക്കാർ നൽകുന്ന ഒരു വാല്യൂ, അല്ലേ? നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും അവരുടെ നമ്മളെ മക്കളോട് പറയുന്നത് എന്തിനാണ്, ഹെൽമെറ്റ് വയ്ക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ പറയുന്ന കാര്യങ്ങളാണിത്. നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ പറയുന്ന കാര്യങ്ങളാണ്. അത് കൃത്യമായി നമ്മൾ പാലിക്കുക എന്നാണ് നമ്മൾ അവരോട് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ ഇല്ലെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക. അതിൻ്റെ ആലോചനയിലാണ് കേന്ദ്രം. ഇനി അങ്ങനെ പിഴ ഉണ്ടെങ്കിൽ അത് കൃത്യമായി അടച്ചു പോവുക.